ജ്യോതികുമാർ ചാമക്കാല ഇപ്പോൾ ഇവിടെ ജയിക്ക് സംസാരിക്കുമ്പോൾ അവർ നേരിട്ട ഇതുപോലെയുള്ള അറസ്റ്റുകളെ കുറിച്ച് പറഞ്ഞു. ഭരണമില്ലാത്ത സമയത്ത് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷന്മാർ ആരൊക്കെ ആയിട്ടുണ്ടോ അവരൊക്കെ അറസ്റ്റ് വരിച്ചിട്ടുണ്ടാവും, ജയിലിൽ 15 ദിവസമെങ്കിലും ഏറ്റവും കുറഞ്ഞത് കിടന്നിട്ടുണ്ടാവും. അപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷൻ അറസ്റ്റിലാവുക എന്ന് പറയുന്നത് ചരിത്രത്തിലെ ആദ്യത്തെ സംഭവമാണോ? ഒരിക്കലുമല്ല. നോക്കൂ, അവിടെയാണ് പ്രശ്നം. യൂത്ത് കോൺഗ്രസിൻ്റെ ആയാലും KSUവിൻ്റെ ആയാലും DYFIയുടെ ആയാലും SFIയുടെ ആയാലും ഒക്കെ സംസ്ഥാന അധ്യക്ഷന്മാർ, സംസ്ഥാന സെക്രട്ടറിമാരൊക്കെ ജയിലിൽ കിടന്നിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷന്മാരും കിടന്നിട്ടുണ്ട്. അവരെ പലപ്പോഴും റിമാൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹിയായിരുന്നപ്പോൾ എന്നെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് സ്വാഭാവികമാണ്. പക്ഷേ ഇവിടെ എന്താണ് അസ്വാഭാവികത ഉള്ളത്? ഇപ്പോൾ ഒരു യുവജന പ്രസ്ഥാനത്തിൻ്റെ നേതാവ് തന്നെ വന്നിരുന്നു കൊണ്ട് ഒരു പോലീസ് ക്രൂരതയെ സംബന്ധിച്ച് ന്യായീകരിക്കുക, ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നാൽ പിന്നെ നിങ്ങൾക്ക് കൂടെ കിട്ടിക്കോട്ടെ എന്ന ന്യായീകരണമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എത്ര വിചിത്രമാണെന്ന് നോക്കൂ, എത്ര വിചിത്രമാണ്. എന്നിട്ട് പറയുന്നത് എന്താ? പി ജയരാജനെ ഞാൻ വിഷയം വിട്ടു പോകില്ല, അവിടെ നിന്ന് നമുക്ക് തുടങ്ങാം. പി ജയരാജൻ, അദ്ദേഹം ഇപ്പോൾ അങ്ങ് വലിയ ആളാണ്. അദ്ദേഹത്തെ ചെന്താരകം എന്ന ഒരു പാട്ട് എഴുതിൻ്റെ പേരിൽ അദ്ദേഹത്തെ പുറത്താക്കുകയും അദ്ദേഹത്തിൻ്റെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റുകയും എന്നാൽ ഇപ്പോൾ സൂര്യനാണ് മുഖ്യമന്ത്രി എന്ന് പാർട്ടി സെക്രട്ടറി തന്നെ പറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. അപ്പോൾ പി ജയരാജനോട് എത്രത്തോളം സ്നേഹം ഉണ്ടെന്ന് നോക്കൂ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഏതായാലും ഇവിടെ ഇന്ന് സംഭവിച്ചുള്ള വിഷയം എന്താണ്? ഇവിടെ നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തു. ആ നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഒരു പ്രതിഷേധത്തിനും പോകാൻ ഉദ്ദേശിച്ചിരുന്നില്ല. ഇതിനെല്ലാം ഉത്തരവാദി മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പുമാണെന്ന് ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. എന്തുകൊണ്ടാണ്? നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് കല്യാശ്ശേരിയിൽ എത്തുമ്പോൾ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങൾ അന്ന് മുതൽ ഞാൻ ചുരുക്കി പറയാം. കല്യാശ്ശേരി മുതൽ ആലപ്പുഴ വരെ യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും പ്രവർത്തകരെ DYFIയുടെ ക്രിമിനലുകൾ, പോലീസിലെ ക്രിമിനലുകൾ സംഘം ചേർന്ന് തുടരെ മർദ്ദിക്കുകയും അവരെ മൃതപ്രായരാക്കുകയും ചെയ്തു. എന്നിട്ട് ഇപ്പോൾ വന്നിരുന്ന് പറഞ്ഞു കേട്ടല്ലോ, ഞങ്ങളെയൊക്കെ പോലീസ് അടിച്ചു എന്ന്. ഇവിടെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഒരു ചെറുപ്പക്കാരൻ്റെ തലതല്ലി പൊളിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ? അപ്പോൾ നിങ്ങൾക്ക് വിഷമം വന്നില്ല? ഞങ്ങളുടെ ആരുടെ മുതതലം മനുഷ്യ ശരീരത്തിലേക്ക് അടികൊള്ളുന്നത് നിയമവിരുദ്ധമായി ചെയ്യാൻ പാടില്ല. മുഖ്യമന്ത്രിയുടെ ഗൺമാനെതിരെ കേസെടുക്കണമെന്ന് കോടതിയല്ലേ പറഞ്ഞത്? കേസെടുത്തു. എന്നിട്ട് ഇതുവരെ ഹാജരായോ? ഇപ്പോഴും മുഖ്യമന്ത്രി പറയാൻ നടക്കുകയല്ലേ? അല്ലേ? ആ കമാൻഡോ ഫോഴ്സിലുള്ള ആൾ സന്ദീപ്, ആ ക്രിമിനലിനെതിരെ കേസെടുക്കാൻ പറഞ്ഞു, കേസെടുത്തു. എന്നിട്ട് എന്തായി? അവരെ എന്താ കാണാത്ത ഈ പോലീസ്? അവരെ എന്താ മാറ്റി നിർത്താത്ത മുഖ്യമന്ത്രി? അവർ നിയമവിരുദ്ധമായി വിദ്യാർത്ഥികൾ, അത് ഏത് പാർട്ടിക്കാരോ ആവട്ടെ, JK, SFIയോ DYFIയോ KSUയോ യൂത്ത് കോൺഗ്രസ് ആവട്ടെ, അവരെ ക്രമവിരുദ്ധമായി നിയമവിരുദ്ധമായി അവരെ കൈകാര്യം ചെയ്തിരിക്കുന്നു. ആ കൈകാര്യം ചെയ്തവരെ ഈ നിമിഷം വരെ മാറ്റി നിർത്തിയിട്ടുണ്ടോ? ഇല്ല. അവരിപ്പോഴും തുടരുകയല്ലേ? ആണ്. അവർക്കെതിരെ കേസെടുക്കാൻ കോടതി പറഞ്ഞില്ലേ? കേസെടുത്തു. അതിനപ്പുറത്തേക്ക് നിങ്ങൾ ഇന്നുവരെ ഹാജരായിട്ടുണ്ടോ? ഇല്ല. പോയി ഹാജരാകാൻ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇവിടെ എന്താ വിഷയം? ഇവിടെ അതിന് തുടർച്ചയായി സമരങ്ങൾ നടന്നു. കൊല്ലത്ത് വെച്ച് തിരിച്ചടിയുണ്ടായി. തുടർന്ന് ഞങ്ങൾ തിരിച്ചടിക്കും. അടിയല്ല, അഭിലാഷ് പ്രത്യേകം മനസ്സിലാക്കണം, അടിയല്ല, അടിക്ക് തിരിച്ചടി സഹിച്ചു. 13 ജില്ലയിൽ സഹിച്ചു. 13ാമത്തെ ജില്ലയിൽ ഞങ്ങൾ തീരുമാനിച്ചു അടിക്ക് തിരിച്ചടി കൊടുക്കും. ഞങ്ങളുടെ പ്രതിഷേധത്തിന്റെ ഭാഗമായി സെക്രട്ടറിയേറ്റിലേക്ക് മാർച്ച് നടന്നിട്ടുണ്ട്. അഭിലാഷ് ഒരു മുതിർന്ന മാധ്യമപ്രവർത്തനം എന്ന നിലയിൽ എത്രയോ തവണ പരമാവധി ഓൺ ആൻ ആവറേജ് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ഒരു ആഴ്ചയിൽ 2-3 ഇത്തരത്തിലുള്ള മാർച്ചുകൾ നടക്കാറുണ്ട്. മാസത്തിൽ 2-3-4 തവണയെങ്കിലും അവിടെ ലാത്തി ചാർജ് നടക്കാറുണ്ട്. ആദ്യമായിട്ടല്ലോ. ഇപ്പോൾ ഇരിക്കുന്ന മന്ത്രിസഭയിലിരിക്കുന്നവർ അവരെല്ലാം ഇതുപോലെ കേസുകൾ പ്രതിയായിട്ടില്ലേ? ജയിക്ക് കേസിൽ പ്രതിയല്ലേ? ഞാൻ കേസിൽ പ്രതിയാണ്. ജയിക്ക് കൊടുത്ത അഫിഡവിറ്റ് ഞാൻ നോക്കി, പല കേസിലും പ്രതിയാണ്. താങ്കൾ 353 ഉൾപ്പെടെയുള്ള കേസുകൾ പ്രതിയാണ്. ഞാനും പ്രതിയായിട്ടുണ്ട്. അതൊക്കെ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ ഭാഗമായിട്ട് ഉണ്ടാകുന്നതാണ്. അങ്ങനെ ഉണ്ടാകാറുണ്ട്. ഇവിടെ മാർച്ച് നടന്നു, ശരിയാണ്. മാർച്ചിൽ സംഘർഷം ഉണ്ടായിട്ടുണ്ട്, ശരിയാണ്. ആ സംഘർഷം ഉണ്ടാകുമ്പോൾ അവിടെ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ റോളിനെ കുറിച്ച് എന്താ ഇന്നിപ്പോൾ കോടതിയിൽ പറയുന്നത്? സർക്കാർ പറയുന്നത് നേതൃത്വം കൊടുത്തു, ആ സംഘർഷം തടയാൻ ശ്രമിച്ചില്ല എന്ന്. അങ്ങനെ തടയാൻ ശ്രമിക്കാത്തതിൻ്റെ പേരിൽ എത്ര പ്രാവശ്യമാണ് ജയിക്കിനെ വീട്ടിൽ വന്ന് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്? പറയും. തടയാൻ ശ്രമിക്കാത്തതിൻ്റെ പേരിൽ പറയാമോ? അപ്പോൾ തടയാൻ ശ്രമിച്ചില്ല. ഇനി എന്താ ഇന്ന് രാവിലെ സംഭവിച്ചത്? നേരെ വീട്ടിലേക്ക് കയറുന്നു. ഇന്നലെ വരെ ഇപ്പോൾ പറഞ്ഞല്ലോ വ്യാജ സർട്ടിഫിക്കറ്റുമായിട്ട് വന്നത് അല്ലേ? റാംജി റാവു സ്പീക്കിങ്ങിൽ ഇന്നസെന്റ് പറയുന്നുണ്ട്, ഞങ്ങൾ തിരിച്ചില്ല, വേണേ അരമണിക്കൂർ മുമ്പേ തിരിക്കാമെന്ന്. ഇങ്ങനെ അറസ്റ്റ് ഉണ്ടാകുമെന്ന് കരുതിക്കൊണ്ടാണോ ഞങ്ങൾ അദ്ദേഹത്തെ നേരത്തെ ചികിത്സിച്ചതും അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉള്ളതും അദ്ദേഹത്തിൻ്റെ ബെഡ് റെസ്റ്റ് പറഞ്ഞിട്ടുള്ളതും? സ്വാഭാവികം. ഇന്നലെ യൂത്ത് കോൺഗ്രസിൻ്റെ പരിപാടി കൊല്ലത്ത് DCC ഓഫീസിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ സർവകലാശാല യുവജനോത്സവത്തിൻ്റെ സമാപനവുമായി ബന്ധപ്പെട്ട് അവിടെ പോയിട്ടുമുണ്ട്. തിരിച്ച് വീട്ടിലേക്ക് പോയി. എന്നിട്ട് എന്താ പോലീസ് പറയുന്നത്? ഞങ്ങൾക്ക് രഹസ്യ വിവരം കിട്ടി. എന്താ രഹസ്യ വിവരം? അത് രാഹുൽ മാങ്കൂട്ടത്തിൽ വീട്ടിലെത്തിയിരിക്കുന്നു. ജയിക്കാൻ നിങ്ങളൊക്കെ പിന്നെ ഇവിടെ താമസിക്കുന്നത്? ഞങ്ങൾക്ക് രഹസ്യ വിവരം കിട്ടിയിരിക്കുന്നു. പോലീസ് പറയാ ഒരു എളുപ്പമില്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ വീട്ടിലെത്തിയിരിക്കുന്നു. ചരിത്ര സംഭവമല്ലേ? ഞങ്ങളുടെ പാർട്ടി നേതാക്കന്മാർക്കൊക്കെ യാത്രയില്ലെങ്കിൽ, ടൂർ പ്രോഗ്രാം ഇല്ലെങ്കിൽ അവരൊക്കെ വീട്ടിൽ തന്നെ കഴിയാറുള്ളത്. അപ്പോൾ ആ രീതിയിൽ രഹസ്യ വിവരം കിട്ടുന്നു. വീട് വളയുന്നു. രാഹുലിൻ്റെ അമ്മ പറയുന്നു, ഒരു കോളിംഗ് ബെല്ല് പോലും അടിച്ചില്ല, അടിച്ചെങ്കിൽ ഞാൻ ഡോർ തുറക്കുമായിരുന്നു. വീട് ചുറ്റും വളയുന്നു. പോലീസ് രാജവ നടത്തുന്നു. അതിക്രമിച്ച് കയറുന്നു. കയറി വീഴത്തൽ നിലയിലേക്ക് പോകുന്നു, അറസ്റ്റ് ചെയ്യുന്നു.
കസ്റ്റഡിയിലെടുക്കുന്നു. കസ്റ്റഡിയിലെടുത്തിട്ടോ നോട്ടീസ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് 41A സംബന്ധിച്ച് എത്ര പച്ചക്കള്ളം അഭിലാഷ് ഇന്ന് സംഭവിച്ചിട്ടുള്ളത്? അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് 41A പ്രകാരമുള്ള നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. ആ നോട്ടീസിനെ സംബന്ധിച്ച് റിമാൻഡ് റിപ്പോർട്ടിൽ കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഗവൺമെന്റ് പ്ലീഡർ വന്ന് പുറത്തു പറയുകയാണ് നോട്ടീസ് കൊടുക്കേണ്ടതില്ല, കാരണം 10 വർഷം വരെ കുറ്റം കിട്ടാവുന്ന 333 അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇനി അത് കൊടുക്കേണ്ടതില്ല. കൊടുത്തില്ലേ? കൊടുത്തത് എവിടെ വെച്ചാണ് കൊടുത്തത്? കൊടുത്തു എന്ന് കോടതിയിൽ സമ്മതിച്ചില്ലേ? അപ്പോൾ ഇത്തരത്തിൽ വ്യാജമായ രേഖകൾ ഉണ്ടാക്കിക്കൊണ്ട് കസ്റ്റഡിയിൽ എടുക്കണമെന്ന ദുരുദ്ദേശത്തോടുകൂടി തന്നെ മുകളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം ആ അമ്മയോട് പോലീസിലെ ഉദ്യോഗസ്ഥർ പറഞ്ഞത് മുകളിൽ നിന്നുള്ള നിർദ്ദേശമുണ്ട്. മുകളിൽ നിന്ന് ആരാ നിർദ്ദേശിക്കുന്നത്? അഭിലാഷിന് അറിയാമല്ലോ, ഈ പാർട്ടിക്ക് ഇപ്പം CPM-നെ സംബന്ധിച്ച് 3 സംസ്ഥാന സെക്രട്ടറിമാരാണ് ഉള്ളത്. പാർട്ടിക്ക് ഔദ്യോഗികമായി MV ഗോവിന്ദനുണ്ട്. സർക്കാരിൽ ഔദ്യോഗികമായി P ശശിയാണ് പാർട്ടി സെക്രട്ടറി. പോലീസിൽ അജിത് കുമാർ, MR അജിത് കുമാർ. ഇവർ 3 പേരും, അതിൽ MV ഗോവിന്ദന് കാര്യമൊന്നുമില്ല, ബാക്കി 2 പേരോട് ചേർന്നായി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തിനു വേണ്ടിയായിരുന്നു? നോക്കൂ, ഇവിടെ യൂത്ത് കോൺഗ്രസ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഒരു വ്യാജ പരാതി വന്നു. ആ പരാതിയെ സംബന്ധിച്ച് ഇതേ പോലീസ് അന്വേഷിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ നോട്ടീസ് കൊടുത്തു. കൊടുത്ത ദിവസം ഒരു ദിവസം പോലും മാറാതെ പഴയ സഹകരണ മന്ത്രിയൊക്കെ പോയി കരുവന്നൂർ ED കേസ് വരുമ്പോൾ സമയം മാറ്റി ചോദിക്കുന്നല്ലോ, ആ പറഞ്ഞ സമയത്ത് കൃത്യമായിട്ട് ഇതേ പോലീസ് സ്റ്റേഷനിൽ, മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഹാജരായില്ലേ? ഒളിച്ചോടിയോ? അപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും ഒക്കെ സംസ്ഥാന പ്രസിഡന്റുമാർ, അല്ലെങ്കിൽ DYFI, SFI ഒക്കെ സംസ്ഥാന പ്രസിഡന്റുമാർ ഇത്തരത്തിൽ ജാഥ നയിക്കുക സ്വാഭാവികമാണ്. അവരെ മതിലയാടി കടന്ന് കൊച്ചുവെളുപ്പാങ്കാലത്ത് കസ്റ്റഡിയിലെടുക്കുകയും അവരെ മാധ്യമങ്ങളോട് പോലും സംസാരിക്കാൻ സമ്മതിക്കാതെ ഒരു ഷാഫി എന്ന് പറയുന്ന CI SHO, കന്റോൺമെന്റ് SI, അദ്ദേഹം SI ആയിരിക്കുമ്പോൾ മുതൽ ഞങ്ങൾക്കറിയാം. ഇപ്പോൾ CI ആവിട്ടിരിക്കുക. അദ്ദേഹത്തിന്റെ ഇന്നത്തെ ഒരു ആവേശം കാണേണ്ടതായിരുന്നു. ഷാഫി ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലത് തന്നെയാണ്. ഷാഫിയെ കുറിച്ച് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ആ ഷാഫി ഇന്ന് കാണിച്ചിട്ടുള്ള ഒരു കാരണവശാലും മാധ്യമങ്ങളോട് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ സംസാരിക്കരുതെന്ന ദുർവാശി ആ ഷാഫിക്കുണ്ടായിരുന്നു. അത് എവിടെ നിന്നാണ് ആ നിർബന്ധ ബുദ്ധി വന്നിട്ടുള്ളത് എന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ഇതിലൂടെ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഇത്തരത്തിൽ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളെ നിങ്ങൾ അടിച്ചമർത്താമെന്നാണോ? അവരുടെ സമരത്തെ അടിച്ചമർത്താമെന്നാണോ? അങ്ങനെ എന്തെങ്കിലും മോഹമുണ്ടെങ്കിൽ അത് കയ്യിൽ വെച്ചിരുന്നാൽ മതി. അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഈ P ശശി ഉൾപ്പെടെയുള്ളവർ, അജിത് കുമാർ ഉൾപ്പെടെയുള്ള DGP ആരാന്ന് ഇപ്പോൾ നമുക്ക് അറിയത്ത് പോലുമില്ല. അഭിലാഷ് ഒറ്റയടിക്കൊന്ന് പറയാമെങ്കിൽ പറയും ആരാണെന്ന്. ഞാൻ കൃത്യമായി പറഞ്ഞാണ്, അജിത് കുമാർ ഉൾപ്പെടെയുള്ള P ശശി ഉൾപ്പെടെയുള്ളവർ 25 വർഷം പിറകിലാണ് ഇപ്പോഴും കഴിയുന്നത്. ഈ മാധ്യമങ്ങളൊക്കെ ഇത്രയും വളർന്നിട്ട്, ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഇത്രയും വളർന്നതിന് ശേഷവും നിങ്ങൾ ഇപ്പോഴും 25 വർഷം പിറകിലാണെന്ന് പറഞ്ഞത് കൃത്യമായ വിലയിരുത്തലാണ്. ശരി, അതാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ചൂണ്ടിക്കാണിക്കുന്നത് ഷിജയ്ക്ക്.